വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫീ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാം. നമ്മൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് ഓഗസ്റ്റ് 8-നാണ് വരാന്നുള്ളത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് പ്രകാരം നമുക്ക് ഇന്ന് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വരും. അപ്പൊ അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് ഏത് കോഴ്സാണ് ഏത് കോളേജാണ് കിട്ടുക എന്നറിയാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു അലോട്ട്മെന്റ് മെമ്മോ വരും. ഓക്കെ, ഈ അലോട്ട്മെന്റ് മെമ്മോയിലാണ് നമ്മൾ എത്ര ഫീ ആണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഇതൊരു ടോക്കൺ ഫീ ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഫീ എല്ലാ ഫീയും കൂടി ഒന്നും അല്ല നമ്മളിപ്പോൾ അടയ്ക്കേണ്ടത്. ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ ഉറപ്പുവരുത്താൻ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീ അടയ്ക്കേണ്ടി വരുന്നത്. അത് അലോട്ട്മെന്റ് മെമ്മോയിൽ എത്രയാണോ ആ ഒരു എമൗണ്ട്, ആ എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി ആ എമൗണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് അടയ്ക്കാം, അതല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി അടയ്ക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ കോളേജിൽ പോകുകയോ നമുക്ക് കിട്ടിയ കോളേജിൽ പോയി അടയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന ഒരാൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു കോളേജിലാണ് കിട്ടിയത്, അപ്പൊ ഇത് അടയ്ക്കാൻ വേണ്ടി കോളേജിൽ പോകണം, അങ്ങനെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ ഈ ഒരു പേയ്മെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി പേയ്മെന്റ് ചെയ്യാം. 12-ാം തീയതി 4 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടയ്ക്കാനുള്ള ടൈം ഉള്ളത്. ഈ ഫീ നമ്മൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ സമയത്തിനുള്ളിൽ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഓപ്ഷൻ നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല പിന്നെ വരുന്ന സബ്സിക്വന്റ് അലോട്ട്മെന്റ്സ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഫീ അടയ്ക്കുക എന്നുള്ള നിർബന്ധമാണ്. ഫസ്റ്റ് ഫീസ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോളേജും കോഴ്സും നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിൽ വേറെ ഏതെങ്കിലും കോളേജ് കിട്ടിയാലേ നമുക്ക് ജോയിൻ ചെയ്യുന്നുള്ളൂ, അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ടും അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ഫീസ് നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ട് അടച്ചിരിക്കണം. ഇത് അടയ്ക്കാത്ത പക്ഷം വീണ്ടും പറയുവാണ്, ഈ ഫീ നമ്മൾ ഈ ടോക്കൺ ഫീ അല്ലെങ്കിൽ ഈ അലോട്ട്മെന്റ് മെമ്മോയിൽ വരുന്ന ഫീസ് നമ്മൾ 12-ാം തീയതി 4 മണിക്ക് മുന്നേ അടച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇപ്പൊ കിട്ടിയ ഓപ്ഷനും ഉണ്ടാവില്ല. ഇനി വരുന്ന ഫേസുകളിലൊന്നും തന്നെ നമുക്ക് ഒരു അലോട്ട്മെന്റും കിട്ടുകയില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് വേറെ കോളേജിൽ കിട്ടിയാൽ എഗെയിൻ നമുക്കിപ്പോ ഇതിൽ ഏതെങ്കിലും ഫീസ്, ഇപ്പൊ കൂടുതൽ ഫീസ് ഉള്ള ഒരു കോളേജോ അല്ലെങ്കിൽ അതെല്ലാം സെയിം ഫീസ് ഉള്ള കോളേജ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഫീസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വരും. അപ്പൊ നമുക്ക് കൂടുതൽ ഫീ ഉണ്ടെങ്കിൽ മാത്രമേ അടയ്ക്കേണ്ടി വരുള്ളൂ. ഓക്കെ, ഇതിനൊക്കെ ശേഷമാണ് നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ വരിക. ഈ അഡ്മിഷൻ പ്രൊസീജിയർ വരുമ്പോൾ മാത്രമേ നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയും ബാക്കി അഡ്മിഷൻ ഫീസ് അവിടെ അടയ്ക്കുകയും ചെയ്യേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.